കോൺഗ്രസ് വിട്ടുവന്ന ആർ രശ്മിയെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ BJP. രശ്മിയോട് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഇന്നലെ BJP സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. അതേസമയം പത്തനാപുരം 2020 നൽകാനും ആലോചനയുണ്ട്. KP ഗണേഷ് കുമാറിനെതിരെ അഖിൽ മാരാർ വരുന്നത് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. 2021 UDF സ്ഥാനാർത്ഥിയായി ആർ രശ്മി കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്നത്. അന്ന് പരാജയപ്പെട്ടെങ്കിലും 57,000 വോട്ട് നേടി. ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമായി രശ്മി തുടർച്ചയായി വിജയിച്ചിട്ടുമുണ്ട്. ഈ പരിചയസമ്പത്ത് കൊട്ടാരക്കരയിൽ ഗുണം ചെയ്യും. രശ്മി കൊട്ടാരക്കരയിൽ സ്വീകാര്യതയുള്ള പൊതുപ്രവർത്തകയാണെന്നും BJP സംസ്ഥാന നേതൃത്വത്തിന് വിലയിരുത്തലുണ്ട്. രശ്മിയോട് കൊട്ടാരക്കരയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. രശ്മിയുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലം പറയാതെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. BJP കൊല്ലം ജില്ലാ നേതൃത്വവും രശ്മിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രശ്മിയിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് BJPയുടെ ലക്ഷ്യം. അതേസമയം പത്തനാപുരം സീറ്റ് 2020 നൽകാനാണ് BJPയുടെ ആലോചന. KP ഗണേഷ് കുമാറും അഖിൽ മാരാറും നേർക്കുനേർ വന്നാൽ സെലിബ്രിറ്റി മത്സരമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുമെന്നും BJP കണക്കുകൂട്ടുന്നു. 2020 അടക്കമുള്ള സഖ്യകക്ഷികളുമായി നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ. ഇതിനിടെ രശ്മിക്കെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കോൺഗ്രസിലെ ധാരണ. കരുതലോടെ പ്രതികരിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.